Hello everyone. Today we are going to learn fourth module of Fundamentals of Management. So ഈ മൊഡ്യൂളിൽ ബേസിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. നമുക്കറിയാം മാനേജ്മെന്റ് ഫങ്ഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 5: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഡയറക്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് മെയിൻലി എന്താ ഡയറക്റ്റിംഗ്, അതിൻ്റെ കോൺസെപ്റ്റ്, അതായത് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ മോഡൽസ് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് എലിമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റിംഗ് എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇൻ കേസ് ഓഫ് കൺട്രോളിംഗ് നമുക്ക് കൺട്രോളിങ്ങിൻ്റെ കോൺസെപ്റ്റ്, ഫീച്ചേഴ്സ്, പിന്നെ ഇമ്പോർട്ടൻസ്, പിന്നെ അതിൻ്റെ സ്റ്റെപ്സ്, ടെക്നിക്സ്, പിന്നെ ആ ടെക്നിക്സിന് 2 ടൈപ്സ്, ട്രഡീഷണൽ ആൻഡ് മോഡേൺ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇത് കുറേയൊക്കെ നിങ്ങൾ +2 പഠിച്ചതാണ്. +2 പഠിക്കാത്ത കുറച്ചുകൂടെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഒരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡയറക്റ്റിംഗ്. സോ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരാൾ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലീഡ് ചെയ്യുക, നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ പറയും. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ലീഡ് ചെയ്യാൻ, ഇൻസ്ട്രക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കോളേജിൽ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് കോളേജിൽ എത്തണം, ഇത്ര മണിക്ക് കോളേജിൽ നിന്ന് തിരിച്ചു വരണം. അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പായിട്ട് പറയുന്നത്. പിന്നെ അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ 8 മണിക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു വെക്കണം, ബാഗ് എടുത്ത് വെക്കണം, ബുക്ക് എടുത്ത് വെക്കണം, ഇതൊക്കെ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് പേരെ, നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരുപാട് പേരെ നിയമിച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദോസ് പീപ്പിൾ വിൽ ഡു സം സോർട്ട് ഓഫ് ടാസ്ക്, അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാഫ്സിനൊക്കെ മാനേജിങ് പാർട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ കൺട്രോൾ ചെയ്യും. അവർ കറക്റ്റായിട്ട് ചെയ്തോ, ഇനി എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടും വരുന്നത്. അത് നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഇടുമ്പോഴാണ് അവിടെ സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം മാനേജ്മെന്റ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന സോ കോൾഡ് നാലാമത്തെ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഓർഗനൈസേഷന്റെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യും. പിന്നെ അതെല്ലാം പല റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ്, അവരെല്ലാം ഓർഗനൈസ് ചെയ്യും. പിന്നെ സ്റ്റാഫ്സിനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ ഡയറക്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ ഫോർത്ത് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. And directing is the process of instructing, guiding, counseling, and motivating people in the organization to achieve its objective. ഇത് എന്തിനാണ് ഈ ആൾക്കാരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതൊക്കെ, ഒരു ഓർഗനൈസേഷന്റെ അഥവാ ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനാണ്. ആൻഡ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് ടോപ്പ് ടു ബോട്ടം വരേണ്ട കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ത്, ഓർഗനൈസിങ്. അത് ബിഗിൻ ചെയ്യുന്നത് നമുക്കറിയാം, പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ബിഗിൻ ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാലാണ് അത് എൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കോളേജിൽ നാളെ ഇത്ര മണിക്ക് വരണം, ഇന്ന ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇത്ര മണിക്ക് ആ ക്ലാസ്സിൽ ഇരുന്നാൽ വി ക്യാൻ സേ ദാറ്റ് പ്രോസസ് ഇസ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ്. ഇനി ഡയറക്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്, നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു, അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡയറക്റ്റിംഗിന്റെ കണ്ടുപിടിക്കാം. ദ ഫസ്റ്റ് ഫീച്ചർ ഇസ് റിഗാർഡിംഗ് ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുടക്കമിടുന്ന പ്രവൃത്തിയാണ് ഡയറക്റ്റിംഗ്. എ മാനേജർ ഹാസ് ടു പെർഫോം ദിസ് ഫംഗ്ഷൻ along with planning, organizing, staffing and controlling while discharging his duties in the organization. അതായത് ഡയറക്റ്റിംഗ്, നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്താലും അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഡയറക്റ്റിംഗ് എന്ത് ചെയ്യും, ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നാളെ ഇത്ര മണിക്ക് വരാൻ പറയുന്നു, ആ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ഡയറക്ഷൻ തരണം. സോ ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ പ്ലേസ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ലെവൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. എല്ലാ ലെവലിലും ഡയറക്ഷൻ വേണം, എല്ലാ ലെവലിലും ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ആൾക്കാർ വേണം. അപ്പൊ എല്ലാ ടോപ്പ് ടു ബോട്ടം ഈ ഡയറക്റ്റിംഗ് എല്ലാ ലെവലിലും വേണ്ട ഒരു കാര്യമാണ്.
അതായത് മാനേജർ സൂപ്പർവൈസേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാ ലെവലിലും എന്ത് ചെയ്യും, ഡയറക്റ്റിംഗ് പ്രോപ്പർ ഡയറക്ഷൻ കൊടുക്കും. ഓക്കെ, അതിനെയാണ് ഡയറക്റ്റിംഗ് ടേക്സ് പ്ലേസ് അറ്റ് എവറി ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒന്നോ രണ്ടോ ദിവസം മാത്രം ഡയറക്റ്റ് ചെയ്താൽ പോരാ, ഓർഗനൈസേഷൻ എത്ര കാലം നിലനിൽക്കുന്നോ ആ കാലഘട്ടം മൊത്തം ഡയറക്റ്റിംഗ് വേണം. ആൻഡ് ഇറ്റ് ഡയറക്ട്ലി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമുക്കറിയാം യൂഷ്വലി ഡയറക്ഷൻസ് ഒക്കെ എവിടുന്നാണ് വരുന്നത്, ടോപ്പ് മാനേജേഴ്സിൻ്റെ അടുത്താണ് ഡയറക്ഷൻസ് വരുന്നത്. ഇപ്പോൾ കോളേജിലാണെങ്കിലും നമുക്കറിയാം യൂഷ്വലി ഡയറക്ഷൻസ് ഒക്കെ തരുന്നത് പ്രിൻസിപ്പാളായിരിക്കും. എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് മെയിൻ കീ ഡയറക്ഷൻസ് പ്രിൻസിപ്പാളിലായിരിക്കും വരുന്നത്. സോ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ദറ്റ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. These are the various features of directing. Hope you understood. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരാളെ ഗൈഡ് ചെയ്യാനും ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. Now let's see its importance. നമ്മൾ നേരത്തെ കണ്ട പോലെ ഡയറക്റ്റിംഗ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി. അതായത് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഒരു കാര്യം നല്ല രീതിക്ക് നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു നാളെ ഇന്ന മൊഡ്യൂൾ പഠിച്ചു വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റൂട്ട് മാപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ എഫിഷ്യൻസി അവിടെ ഇംപ്രൂവ് ചെയ്യും, പ്രോപ്പറായിട്ട് പഠിച്ചു വരാൻ പറ്റും. Effective directing through clear communication and supervision minimizes wasted effort and resources. And by proper guiding employees and providing feedback, managers can ensure that tasks are performed correctly the first time, leading to greater productivity. അതായത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രോപ്പറായി ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്താൻ മാനേജേഴ്സിന് പറ്റും. ആൻഡ് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയി എഫേർട്സ്. അതായത് ഒരു കോർഡിനേഷൻ മൊത്തത്തിൽ വരാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ എംപ്ലോയീസ് എഫേർട്സ് ആർ കോർഡിനേറ്റഡ് ആൻഡ് അലൈൻ വിത്ത് ഓർഗനൈസേഷൻ ഗോൾസ്. വെറുതെ നമ്മൾ വർക്ക് ചെയ്യല്ല വേണ്ടത്, നമുക്കൊരു ഗോൾ വേണം. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും, ആ ഓർഗനൈസേഷനിലെ അഥവാ ബിസിനസ്സിലെ ഗോൾ അച്ചീവ് ചെയ്യാനാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഡയറക്റ്റ് ഉറപ്പുവരും. ആൻഡ് ഓൾസോ ഇറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. അതായത് പ്രോപ്പർ ഡയറക്റ്റിംഗ് ഓർ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിന് അതൊരു മോട്ടിവേഷൻ ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളടുത്ത് ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പറഞ്ഞു, ഒരു ഇൻസ്ട്രക്ഷൻ തന്നു, ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കറക്റ്റായി ചെയ്തു, അവിടെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഐ ഗിവ് യു എ ഗിഫ്റ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്, മോട്ടിവേറ്റിംഗ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടിയാൽ ഇറ്റ് മോട്ടിവേറ്റ്സ് പീപ്പിൾ ടു വർക്ക് again and again. And also managers through direction gives proper motivation to its followers. ഓൾസോ ഡയറക്ഷൻ ഫെസിലിറ്റേറ്റ്സ് ചേഞ്ച്. അതായത് നമുക്കറിയാം നമ്മൾ ഒരു 10 വർഷം മുന്നേ ചെയ്ത കാര്യങ്ങളല്ല ഇപ്പം ചെയ്യുന്നത്. വേൾഡ് ഇസ് ഓൾവേസ് ചേഞ്ച്. അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിലും ബിസിനസ്സിലെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രോപ്പർ ഡയറക്ഷൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ പ്രോപ്പർ ചേഞ്ചസും കാര്യങ്ങളും വരുത്താൻ വേണ്ടി സഹായിക്കും. ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് സ്റ്റെബിലിറ്റി. അതായത് ഓർഗനൈസേഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു എന്നുള്ള കാര്യം എങ്ങനെ ഉറപ്പുവരുത്തും മാനേജേഴ്സ്? ത്രൂ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഓർ പ്രോപ്പർ ഗൈഡൻസ് they make sure that everything is going in a consistent manner in an organization. ഇതാണ് ഡയറക്ഷൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻസ്. ഇപ്പം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് മാക്സിമം DSCക്ക് മൈനറിനുള്ള മാർക്ക് 6 മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു 6 to 7 പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റ് ഒരു ഇതിനുണ്ടറിൽ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഡയറക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് ലേൺഡ് വാട്ട് ഇസ് ഡയറക്റ്റിംഗ്, ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. അടുത്ത പാർട്ടിൽ നമുക്ക് ഡയറക്റ്റിംഗിൻ്റെ എലിമെന്റ്സും കാര്യങ്ങളും പഠിക്കാം. ഓക്കെ.